പാപ്പിയെ എനിക്ക് താറ്റ പോവാ വാ, എനിക്ക് ചായ തരാവാ. എനിക്ക് പാപ്പി, എനിക്ക് പാപ്പി വാ, കൈതാ കൈതാ കൈതാ. സമയായി, എനിക്ക് ആ ഗുഡ് ഗേളാണ് പാപ്പി, സൂപ്പറല്ലേ. ചെയറിരിക്ക്, ചായ എടുത്തിട്ട് രോഷി പാപ്പിക്ക് ചായ എടുത്തിട്ട് വാ. വാ, മേല് കഴുകുക, കുളിക്കുക. ഹോ അങ്ങനെ ഒരു വിധത്തിൽ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് പിന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചാലക്കുടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. 10 ദിവസമായില്ലേ, അപ്പോൾ ശരി പോയി ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വരാമെന്നുള്ള രീതിക്ക് എന്തായതാണ് 2 ദിവസം ഇവിടെ നിന്നിട്ട് വരാമെന്നുള്ളൊരു ഇതിലാണ് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പാപ്പിനെ കാണാൻ കണ്ണൂരിൽ നിന്നൊരു ഫാമിലി വരുന്നുണ്ട്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ അവർ വന്ന് പിന്നെ കുറച്ച് സമയം അങ്ങനെ ഒരു തിരക്കായി. നമ്മൾ രാവിലെ നേരത്തെ വരാമെന്ന് ചിന്തിച്ചിട്ടിരുന്നതായിരുന്നു, ഒരു 9 മണിക്കൊക്കെ. പിന്നെ അവർ അത്രയും ദൂരത്ത് നിന്ന് വരുമ്പോൾ നമ്മളെ കാണാതിരിക്കുന്നത് വിഷമമുള്ള കാര്യമല്ലേ. അപ്പോൾ ശരി, നമ്മൾ കുറച്ച് വൈകി പോവുകയാണെങ്കിൽ അവർ വന്ന് പോയിക്കോട്ടെ പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കണ്ണൂരിൽ നിന്ന് നമ്മുടെ വീഡിയോ കാണുന്ന 2 പേരാണ് കേട്ടോ. അത്രയും ദൂരത്തുനിന്ന് പാപ്പിനോടുള്ള ഇഷ്ടം കൊണ്ട് കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി, അത്രയും ദൂരത്തുനിന്ന് ഇത്രയും റിസ്ക് എടുത്ത് വന്നു. പിന്നെ കുറേ നേരം പാപ്പിൻ്റെ കൂടെ ഇരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ എങ്ങോട്ടേക്ക് വരണമെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അവർ അത്രയും സമയം അവിടെ നിന്നില്ല, കുറച്ച് സമയം നിന്നിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എങ്ങോട്ടേക്കോ ഇറങ്ങിയത്. നമ്മൾ 4 പേരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അച്ഛമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട് എന്താ പറയുക, എങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുമ്പോൾ തറവാട്ടിലേക്ക് പോകണോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പോകാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബസ്സൊക്കെ എങ്ങനെയാവും പാപ്പിനെയും കൊണ്ട് പോകണമെങ്കിൽ. പാപ്പി രാവിലെ 2 ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ നോക്കി വിഷമത്തോടെ നോക്കിയിട്ട് ടാറ്റ വേഗം വരണേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഷിയും ടാറ്റയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കമ്പളിച്ചുകൊണ്ട് നമുക്ക് പാലക്കാട്ടിലേക്കാണ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും എന്താ പറയുക, കാര്യമായിട്ടൊന്നും ലഗേജൊന്നും എടുത്തില്ല. ചേച്ചി നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇങ്ങടിക്ക് തന്നെ വരും. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളും ഇങ്ങടിക്ക് തൂക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ അങ്ങടിക്കും പൊക്കിക്കൊണ്ട് പോകാൻ ഭയങ്കര കഷ്ടമായിരിക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ പാപ്പി എന്തായാലും ഈ ബോട്ടിൽ വാങ്ങിച്ചത് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. എത്ര പറഞ്ഞാലും മതിയല്ലോ, അവൾക്ക് വെള്ളം അല്ലെങ്കിൽ നമ്മളായിട്ട് കൊടുത്താൽ മാത്രമല്ലേ വെള്ളം കുടിക്കുകയുള്ളൂ. ഇതിപ്പോൾ അവളുടെ ആവശ്യത്തിന് വെള്ളം കുടിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ വേഗം എടുത്ത് കുടിക്കും. ഒരു 1/2 ബോട്ടിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് കഴുത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബസ്സിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഉപകാരം ഉണ്ടായിരുന്നു, നല്ലൊരു ഉപകാരം ഉണ്ടായിരുന്ന ബോട്ടിലാണ്. അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ പാലക്കാടിലെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര വികൃതിയും കരച്ചിലും, രാവിലെയൊക്കെ എണീറ്റ് വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ 1-2 പ്രാവശ്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വരുമ്പോഴും അത്രയ്ക്ക് ബഹളമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം അതേപോലെ തന്നെ അങ്ങനെ പറയുന്ന വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോയി. പിന്നെ ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു വിഷമം ചോദിച്ചാൽ അവർ വന്നിട്ട് കുറച്ച് സമയം മാത്രം നമ്മുടെ കൂടെ ഇരിക്കാനും പാപ്പിൻ്റെ കൂടെ ഇരിക്കാനും ഒക്കെ പറ്റുള്ളൂ. ആ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമമുള്ളൊരു കാര്യമല്ലേ. അങ്ങനെ ആ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും 2 ദിവസം ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവും. കുറച്ച് നമ്മൾ ഹോമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അധികം ദിവസം വാതിൽ പൂട്ടിയിടാൻ പാടില്ല, വിളക്ക് വയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ വലുത് പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ പാപ്പിൻ്റെ കാര്യം തന്നെയല്ലേ. അപ്പോൾ അത് ചെയ്യാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ വരണം. അപ്പോൾ ഈ ഒരു ലഗേജ്, ഒരു ബാഗിൽ അത്യാവശ്യം വേണ്ടത് പാപ്പിൻ്റെ സാധനങ്ങൾ മാത്രം ആക്കിയിട്ടാണ് നമ്മൾ വന്നത്. ഇനി പോയി അവിടെ ഇതിൽ ഇരിക്കണോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയോ വന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരു ഫീലോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്.
പാപ്പിയാണെങ്കിൽ ഭയങ്കര ഗൗരവത്തിലാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ നമ്മൾ ഇറങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ട് വരാമെന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ അതാണെങ്കിലും തൂക്കിക്കൊണ്ട് വരുന്നതും ബുദ്ധിമുട്ടുള്ള കാര്യം, പിന്നെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബസ്സിൽ അങ്ങനെ എന്തെങ്കിലും പാപ്പിക്ക് വേണ്ടിയത് മാത്രമല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ കഴിക്കാൻ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. പിന്നെ അതുകൊണ്ടൊന്നും ഉണ്ടാക്കാനോ ഒന്നും നിന്നില്ല. പിന്നെ അവരും ഉള്ളത് കൊണ്ട് പിന്നെ അതിനും പറ്റില്ല. രാവിലെ ടിഫിനാണ് ഉണ്ടാക്കിയത്. പിന്നെ അവർ വന്ന് നമ്മളെല്ലാവരും കൂടി കഴിച്ചിട്ട് അവർ അങ്ങോട്ട് പോയി, നമ്മൾ ഇങ്ങോട്ടേക്കും വന്നു. അതാണ് ഉണ്ടായത്. അങ്ങനെ ഏതാ നമ്മുടെ സ്വർഗത്തിലേക്ക് വന്നത്. ശരിക്കും എവിടെയോ പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നൊരു ഫീലാണ് നമുക്ക് തോന്നിയത്. പക്ഷേ വീട് നമ്മൾ 10 ദിവസത്തിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് പോയത്. അതിൻ്റേതായ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇതാക്കി നീറ്റാക്കി എടുക്കണം. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അതിനായിരിക്കും കൂടുതൽ സമയം ചിലവാക്കുന്നത്. എന്തായാലും അന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി. പാപ്പിക്കാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു സ്വന്തം വീട്ടിൽ കയറിയൊരു സന്തോഷമൊക്കെ ആയിരുന്നു പാപ്പിക്കും. അവൾ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. യാത്ര ക്ഷീണം ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കയറിയതും ആദ്യം പറഞ്ഞത് എല്ലാവർക്കും ആവണ പണികളൊക്കെ വേഗം വേഗം ചെയ്യണം, എന്നാൽ തന്നെ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വേഗം കിടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഓരോരോ ആൾക്കാരിനെയും ഓരോരോ പണി ഏൽപ്പിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണ്ടേ. ഇനിയിപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. ഒക്കെ പുറത്ത് ഇങ്ങനെ വന്നിട്ട് അയ്യോ ഇവിടെ ഇങ്ങനെ ആയോ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണം. മഴ നല്ല ഇടിവെട്ടും മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുറ്റത്ത് ഇത്രയും ചപ്പ് കിടക്കുന്നത്. പിന്നെ എന്തായാലും നമ്മൾ വന്നിട്ട് ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യം മുറ്റം അടിച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് കിടക്കില്ലേ. അതുകൊണ്ട് വേഗം ചൂലെടുത്ത് നമ്മുടെ വീട്ടിൽ കയറി ഇതുപോലെ തന്നെ വേഗം ചൂലൊക്കെ എടുത്ത് അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം എന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ല, വീട് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളൊരു രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും അവിടെ നമുക്ക് ഇങ്ങനെ വരേണ്ട ഒരു ഇതായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വന്നതാണ്. എന്തായാലും വരാതിരിക്കാൻ പറ്റില്ല. നമുക്ക് പാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത്രയ്ക്കും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അവൾക്ക് ബുദ്ധിപരമായിട്ടാണെങ്കിലും പറയുകയാണെങ്കിൽ എന്ത് കാര്യം പറഞ്ഞാലും അപ്പം തന്നെ ചെയ്യും, കാണിക്കും, ഒക്കെ ചെയ്യുന്ന സമയം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീട് പൂട്ടിയിടുന്നു 2 ദിവസത്തേക്ക് പറയണതിൽ ഒരു കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ എന്തായാലും വരണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഇരുന്നിട്ട് വീണ്ടും വന്നിട്ട് പോകാമല്ലോ എന്നുള്ളൊരു ഇതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ പുറമൊക്കെ അടച്ച് വൃത്തിയാക്കിയിട്ട് വേണം. ഇനിയിപ്പോൾ ഇന്നും മഴ വരുന്ന ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. മഴക്കാറും കാര്യങ്ങളൊക്കെ നല്ല പോലെയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ അടിച്ച് തീ വയ്ക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും അടിച്ച് കൂട്ടിയിടാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുറ്റത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു, അതായിരിക്കും. പിന്നെ ഞാൻ ഇതിപ്പോൾ ഇന്നലെ അത്രയും എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് നമ്മൾ അടുപ്പൊക്കെ വന്നിട്ട് തോർത്തൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടാണ് പോയത്. രാവിലെ ചോറ് വയ്ക്കാൻ ഉള്ളൊരു ഇതാണ്. വിറകടുപ്പിൽ ചോറ് വയ്ക്കുമ്പോൾ ഒരു സുഖം വേറെ തന്നെയാണ്. നമ്മളിത് ഇങ്ങനെ ചെയ്ത് ഗ്യാസിലാണെങ്കിൽ ഞാൻ അവിടെ പാലക്കാട് നമ്മൾ അവിടെ ചോറ് വയ്ക്കണത് ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗ്യാസിൽ ചോറ് വയ്ക്കണത്. അപ്പോൾ ചോറൊന്ന് തിളച്ച ശേഷം ഓഫാക്കി ഇട്ടിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കും. പിന്നെ വീണ്ടും തിളപ്പിക്കുകയാണെങ്കിൽ അത് എന്താ പറയുക ഊറ്റാനുള്ള ഇതാവും, അങ്ങനെയാണ്. പക്ഷേ ഇതാകുമ്പോൾ തീയിൽ ഇങ്ങനെ വെന്ത് കിടക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. പിന്നെ വിറക് വെച്ചവിടെയൊക്കെ ചതൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിറകിനെയൊക്കെ തട്ടി കുടഞ്ഞ് മാറ്റി ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വിടണം. അതായത് നമ്മുടെ പാപ്പി ഉറങ്ങി എണീറ്റിരിക്കുന്നു. ഇന്ന് നേരത്തെ തന്നെ ഉറങ്ങി എണീറ്റിട്ടുണ്ട് ആൾ. എന്നിട്ട് എന്തൊക്കെയൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനോടും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചായ തരുന്നില്ലേ, കുളിക്കണില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. അവളുടെ കാര്യങ്ങളൊക്കെ അവൾക്ക് പറയാനും ചോദിച്ചു വാങ്ങിക്കാനൊക്കെ നന്നായിട്ട് അറിയാം. ഉറങ്ങി എണീറ്റ് ആദ്യം കുളിക്കണമല്ലോ, അതിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കേണ്ടത്. എന്നെ കുളിപ്പിക്കണില്ലേ എന്നെ കുളിപ്പിക്കണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീറ്റ് ഈ ചിരി കണ്ടിട്ട് ദിവസങ്ങളോളം ആയി. ഇന്നൊക്കെയാണ് ഈ ചിരിയും കളിയൊക്കെ കാണാൻ പറ്റിയത്. ഒരുപാട് സന്തോഷം. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല, അവൾക്ക് ഓരോരോ തിരിച്ചറിവും കിട്ടിയത് ഈ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളാണ് അവൾ കൂടുതൽ മനസ്സിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇനി കുറേ ഇങ്ങനെ നമ്മൾ അവിടെ പോയി നിന്നും വന്നും അങ്ങനെ ആവുന്ന സമയത്ത് അവൾ പഠിച്ചെടുക്കുമായിരിക്കും തോന്നുന്നല്ല, പഠിച്ചെടുക്കുക വെച്ചാൽ ബുദ്ധിപരമായി മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് നോർമലായും അങ്ങനെ ഒരു മാറ്റം വരുന്ന തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഈ മഴ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ രാവിലെ നല്ല മഴയാണ്. വലിയ മഴയല്ല, കുഞ്ഞു ഇതാണെങ്കിലും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ
എന്തായാലും ഇനിയിപ്പോൾ തുണി കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കാനിടണം. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഞാൻ പോകുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, എല്ലാം എടുത്തു മാറ്റി ഫ്രിഡ്ജ് ഓഫാക്കി ഇട്ടിട്ട് പോയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടിവെട്ടും മഴയും നമ്മൾ ഇവിടെ ഫ്രിഡ്ജിൻ്റെ വയറ് ഊരിയുടെ ആളില്ലല്ലോ, അപ്പോൾ എല്ലാം ഓഫാക്കി ഇട്ടിട്ട് പോയതായിരുന്നു. എന്നിട്ടും ആ എന്താ പറയുക, കറുപ്പ് കളറിൽ അവിടെ ഇവിടെയൊക്കെ പറ്റി കിടക്കണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ രാവിലെ എണീറ്റുന്നു, ആദ്യത്തെ പണി ഫ്രിഡ്ജ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ നമ്മളൊരു സാധനം നശിപ്പിക്കാൻ വേഗമാവും. നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോഴായിരിക്കും അതിൻ്റെ വില അറിയാം അല്ലേ. അപ്പോൾ അതിൻ്റേതായ തിരക്കൊക്കെയാണ്. അങ്ങനെ പാപ്പി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇവിടുത്തേത് ഇതാണ്, കുളി കഴിഞ്ഞാൽ പിന്നെ ഒരു തോർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ വീശി കളിച്ച് ആൾ സുന്ദരി കുട്ടപ്പിയായിട്ട് ഇങ്ങനെ ഇരിക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ സാധനങ്ങൾ അഴിച്ച് കഴുകി പുറത്ത് കൊണ്ട് ഉണങ്ങാൻ വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ ആയി. അപ്പോൾ അതിനൊക്കെ ഉണങ്ങാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റ് മാഗി കുറച്ച് വേഗം ആവാൻ വേണ്ടി, ചോറ് വേഗം സമയമെടുക്കുമെന്ന് തോന്നിയപ്പോൾ കുറച്ച് മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് രണ്ടുപേരും കൂടി ചേച്ചി അനിയത്തിയും കൂടി കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പെട്ടെന്നൊരു യാത്രയായിരുന്നു, ആരുടെടുത്തും പറയാനോ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഒരു ഷോർട്സ് ഇട്ട് എല്ലാവരും ചാലക്കുടിയാണോ എന്ന് ചോദിച്ചു. നമ്മുടെ പാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചാലക്കുടിയിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ നാളെ രാവിലെ പോകും കേട്ടോ എന്തായാലും. അപ്പോൾ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഓഫാക്കി ഇട്ടിട്ട് തന്നെ പോകണം. ഇടിവെട്ടും മഴയും വൈകുന്നേരത്ത് നല്ലോണം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഓണാക്കി ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പുതിയ വീടെത്തിയിട്ട് പുതിയ വിശേഷമില്ല. ഓക്കെ, ബൈ.